എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ നേവി സോൾജിയറിനെ അടിച്ച് തോൽപ്പിച്ച് അവന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു എലിയെ അതിനെ കണ്ടെത്തുകയാണ്. ഗോകു ആണെങ്കിൽ ആ എലിയുമായിട്ട് ഉഷാറായിട്ട് ഓടും. അതേസമയം ബുൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ചേർന്ന് ഒരു വിധത്തിൽ ഉണ്ടായിരുന്ന ഒരു സബ്മറീനിലേക്ക് കയറുകയാണ്. ബുൽമയാണെങ്കിൽ മുട്ടപ്പനോട് പറയും, നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല ഗോകു, അവൻ എന്തായാലും നമ്മുടെ അടുത്ത് എത്താനായിട്ട് സാധിക്കില്ല, അവൻ ആ ഡ്രാഗൺ ബോളില്ലാതെ തിരികെ വരില്ല. സോ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോവാം. ഗോകുവിനെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ അവന് നല്ല പവറുണ്ട്, അവനൊന്നും സംഭവിക്കില്ല, അവൻ തീർച്ചയായിട്ടും സേഫായി തിരികെ എത്തും തന്നെയാണ് എന്റെ വിശ്വാസം. അത് കേട്ട് ടെൻസ്ഡായി മുട്ടപ്പൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി പറയണേ, ഗോകു കാരണമാണ് നമ്മളിപ്പോ സേഫായിട്ടിരിക്കുന്നത്, നമുക്ക് അവനില്ലാതെ പോവാൻ സാധിക്കില്ല. കട്ട് ചെയ്ത ആ നേവി ഓഫീസറിനെ കാണിക്കും. അവൻ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിൽ ആ ഒരുപാട് അസറ്റ്സും ഗോൾഡും അതൊക്കെ തന്നെ അവൻ കാണുകയാണ്. ഈ ട്രഷർ എല്ലാം തന്നെ എന്റേതാണ്, ഒരു കാരണവശാലും ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ അതിലെ വാല്യുബിൾ ആയിട്ടുള്ള സ്ക്വാഡ് അത് കയ്യിലെടുക്കും. അടുത്ത നിമിഷം ആ റൂഫ് മുഴുവനായിട്ട് ഇടിഞ്ഞ് അവന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ഇവിടെ ബുൽമയാണെങ്കിൽ മൊട്ടപ്പനോട് ദേഷ്യപ്പെട്ട് പോയേ പറ്റൂന്ന് പറഞ്ഞ് ആ സബ്മറീന്റെ ഡോർ അടയ്ക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഗോകു ഓടി വരുന്നത് കാണുക. മൊട്ടപ്പൻ വിളിച്ചു പറയും, ബുൽമ, ഗോകു അവൻ എത്തിക്കഴിഞ്ഞു, ദൂരത്തായിട്ട് അവൻ ഓടി വരുന്നുണ്ട്. അതേസമയം ഗോകു അവനങ്ങനെ ഓടി ഓടി എടുത്തു ചാടി ആ സബ്മറീനിലേക്ക് വരും. മൊട്ടപ്പൻ ആണെങ്കിൽ ഗോകുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ആ സബ്മറീനിലേക്ക് കയറി ഡോർ അടയ്ക്കും. ആ ഒരു ബിൽഡിങ്ങുകൾ അത് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു വീഴാനായിട്ട് ആരംഭിക്കും. അടുത്ത നിമിഷം ബുൽമ ആ സബ്മറീൻ സ്റ്റാർട്ട് ചെയ്ത് വെള്ളത്തിനടിയിലൂടെ ചേറി പായിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ആണെങ്കിൽ ആ വെള്ളത്തിനിടയിലൂടെ കുതിച്ചു പായാണ്. പക്ഷെ എന്താ, ഒരുപാട് പാറകളും കല്ലുകളും ഇടിഞ്ഞ് അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില വലിയ വലിയ പാറകൾ സബ്മറീന്റെ ഓരോ ഭാഗത്തേക്കായിട്ട് അങ്ങനെ ഞെട്ടിക്കുകയാണ്. ഗോകുവിനും ബുൽമയ്ക്കും മൊട്ടപ്പനും അവർക്ക് 3 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മൊട്ടപ്പനാണെങ്കിൽ കമോൺ ബുൽമ, നീ വലത്തേക്ക് തിരിക്ക്, ഇടത്തേക്ക് തിരിക്കെന്ന് പറഞ്ഞ് അവൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനവൾ ടെൻഷനായി മൊട്ടപ്പനോട് ദേഷ്യപ്പെട്ട് പറയും, വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, എന്റെ കോൺസെൻട്രേഷൻ പോവാണ്, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. പാറകളെല്ലാം തന്നെ ഇടിഞ്ഞ് സബ്മറീന്റെ മേലെ വീണ അത് വലിയ അപകടമാണ്, നമുക്ക് പിന്നീട് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല, നമ്മളെല്ലാവരും ശ്വാസം മുട്ടി മരിക്കുമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും, ഓ നോ, എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം, എനിക്ക് ഒരുപാട് ട്രെയിനിങ് എടുത്ത് സ്മാർട്ട് ആവണം എന്നൊക്കെ പറയും. ഗോകു ചുറ്റും നോക്കും. സൈഡിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു വേ അവൻ കാണുകയാണ്. അവൻ ബുൽമയോട് സബ്മറിയൻ അവിടേക്ക് ടേൺ ചെയ്യാനായിട്ട് പറയും. യാഹൂ, ഒരു നല്ല ഐഡിയ ആണ് ഗോകു എന്ന് പറഞ്ഞ് അവളിപ്പോ അവിടേക്ക് സബ്മറിയൻ ടേൺ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകും. പക്ഷെ എന്താ, വലിയ വലിയ പാറകളൊക്കെ വന്ന് ഇടിച്ച് സബ്മറിയന്റെ എഞ്ചിൻ അത് ഷട്ട് ഡൗൺ ആവും. ബുൽമയാണെങ്കിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് സ്റ്റാർട്ട് ആവുന്നില്ല. സബ്മറിയൻ പതിയെ ഇപ്പൊ താഴെ പതിക്കും. അപ്പോഴാണെങ്കിൽ പുറകിലേക്ക് നോക്കും. ഓ നോ, കുമിളകൾ അത് കാണുന്നില്ല, നമ്മുടെ സബ്മറിയൻ മൂവ് ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും ഇവിടെ പെട്ടു. ബുൽമ ആണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന വേദനയിൽ ഉച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഗോകു അവനാണെങ്കിൽ ചുറ്റും നോക്കി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ എലിയെ മുട്ടപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതെന്റെ ജീവൻ രക്ഷിച്ച എലിയാണ്, സോ ഒരു കാരണവശാലും നീ ഇതിന് വിട്ടുകൊടുക്കരുത്, നിങ്ങൾ എല്ലാവരും ഡീപ് ബ്രീത്ത് എടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞ് ഗോകു ആണെങ്കിൽ ആ ഒരു എലിയെ എടുത്ത് ഇപ്പോ മൊട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. അവൻ അതിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കും. അതിനുശേഷം ബുൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഡീപ് ബ്രീത്ത് എടുത്ത് ഗോകുവെ തന്നെ നോക്കും. അടുത്ത നിമിഷം ഗോകു അവന്റെ ഹാമേ പവർ അതങ്ങനെ ഉപയോഗിക്കുകയാണ്. ആ പവറിന്റെ ഫോഴ്സിൽ അവരുടെ സബ്മറിയൻ അത് നല്ല ഫോഴ്സിൽ പുറത്തേക്ക് തെറിച്ചു പോവാണ്. അതങ്ങനെ പോയി ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കടലിലൂടെ പുറത്തേക്ക് തെറിച്ചു വരും. ഇതിന്റെ ഫോഴ്സിൽ ബുൽമയും ഗോകു മൊട്ടപ്പനും ആ സബ്മറിയനും എല്ലാം നാനാഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. ഗോകു ആണെങ്കിൽ അവന്റെ ക്ലൗഡിനെ വിളിക്കും. കുട്ടിയിടയിൽ നിംബസ് അവിടേക്ക് വന്ന് ഗോകുവെ തൂക്കിയെടുക്കും. ഗോകു ആണെങ്കിൽ മുട്ടപ്പനെ ക്യാച്ച് ചെയ്യും. മുട്ടപ്പനാണെങ്കിൽ ബുൽമയെയും. അങ്ങനെ അവർ 3 പേരും സേഫായിട്ട് ലാൻഡ് ചെയ്തു. കൊടുത്ത അവന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു എലി അത് മുട്ടപ്പന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ദൂരത്തായിട്ട് കടലില് ആ ഒരു നേവി ഓഫീസർ ആൾക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അവൻ ടെററായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കുകയാണ്. കരയിലേക്ക് എത്തിയ നമ്മുടെ ആൾക്കാരെല്ലാവരും റിലാക്സ് ചെയ്യും. കറക്റ്റ് സമയത്ത് ഗോകു, നീ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നത്. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് ആ നിധിയെക്കുറിച്ച് ആലോചിക്കും. ആ നിധിയെല്ലാം ആർക്കും ഇല്ലാതെ നഷ്ടപ്പെട്ടു, അതാണ് എന്റെ വിഷമെന്ന് പറയും. അടുത്ത നിമിഷം ബുൽമയാണെങ്കിൽ അവളുടെ ട്രൗസറിന്റെ ഇടയിൽ നിന്ന് ഒരു സ്റ്റോൺ പുറത്തേക്ക് എടുക്കും. ഇത് ഞാൻ ഇന്നെടുത്ത സ്റ്റോൺ ആണ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ അതിന്റെ തിളക്കം എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പൊ ദൂരത്തായിട്ട് ഇവിക്കാരുടെ ഒരു ബിൽഡിംഗ് കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജിയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവൻ കളക്ട് ചെയ്ത ഡ്രാഗൺ ബോൾ അത് പുറത്തെടുക്കും. ഓ നോ, ഇതിൽ 3 സ്റ്റാറേ ഉള്ളൂ, സോ എന്റെ ഗ്രാൻഡ് പേയുടേതല്ല. ബുൽമയാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നീ നിന്റെ ഗ്രാൻഡ് പേയുടെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തുന്നത് വരെ അതിന്റെ പിന്നാലെ പോവോ? ഗോകു ആണെങ്കിൽ പോകുമെന്ന് തീർത്ത് പറയും. ബുൽമയാണെങ്കിൽ അതിന് ടെൻഷൻ ആവും. ഇനി ഒരിക്കലും ഞാൻ നിന്നോടൊപ്പം ഇല്ല, നിന്നോടൊപ്പം വരുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ്
രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഗോക്കു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, നമുക്ക് ആ കാണുന്ന ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാന്ന് പറഞ്ഞ് അവർ ആ നേവി ലാബിലേക്ക് വരികയാണ്. സോൾജിയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ അവിടേക്ക് വരുന്നത് കണ്ട് പേടിച്ച് ഒരു ഭാഗത്ത് അങ്ങനെ ഒളിഞ്ഞിരിക്കും. അപ്പോഴായിരിക്കും ലാബിൽ നിന്നുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മെസ്സേജ് അവിടേക്ക് വരിക. അവർ ആ ശബ്ദം കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ശബ്ദം കേൾക്കുന്ന സ്പീക്കറിലേക്ക് തന്നെ നോക്കും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ജനറൽ ആണെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ മൈക്കിന്റെ അടുത്തേക്ക് വന്ന്, നിങ്ങൾ ആരാണ്? ഞാൻ ഗോക്കു ആണ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും. ആ ജനറലിനും അവിടെയുള്ള സോൾജിയേഴ്സും അവർക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലാവും, അവരുടെ റഡാർ കാണിക്കുന്നത് പ്രകാരം ഡ്രാഗൺ ബോൾ ഇപ്പോൾ ഉള്ളത് ആ ലാബിലാണ്. അവരാണെങ്കിൽ ആ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ ഗോക്കു ആണെങ്കിൽ ആ സ്പീക്കർ തല്ലി പൊട്ടിക്കും. ബുൽമയാണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം നേവിക്കാരുടെ ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറും. ഗോക്കു ആണെങ്കിൽ നേവിക്കാരുടെ തന്നെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയി ഒരുപാട് കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ട് പുറത്തു വരും. ഗോക്കു ആണെങ്കിൽ ബുൽമയോടും മൊട്ടപ്പനോട് ചോദിക്കും, നിങ്ങൾക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഇനി ഒരുപാട് ഫുഡുകൾ അവിടെയുണ്ട്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട്, വെറുതെ സമയം കളയാണ്, എത്രയും വേഗം ഇതിലേക്ക് കയറ്, നമുക്ക് ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് പറഞ്ഞ് ഗോക്കുയെ പിടിച്ചു വലിച്ചു കയറ്റി ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ബ്ലൂ ക്യാപ്റ്റൻ അവരാണെങ്കിൽ കടലിലൂടെ സ്വിം ചെയ്ത് കരയിലേക്ക് വരികയാണ്. ഇവിടെ ആ ലാബിലാണെങ്കിൽ ഒളിച്ചിരുന്ന സോൾജിയർ ആള് പതിയെ പുറത്തേക്ക് വരികയാണ്. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിടും. ഓ നോ, ആ കുട്ടികളുടെ മുൻപിൽ ഞാൻ പെട്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ കൊന്നു തള്ളിയേനെ. അത് പറഞ്ഞ് പതിയെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ബ്ലൂ അവിടേക്ക് വരികയാണ്. ബ്ലൂവെ കണ്ട് ആ സോൾജിയർ ഞെട്ടും. ബ്ലൂ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, അവരെത്ര പേരുണ്ടായിരുന്നു, എന്തിനാണ് ഇവിടേക്ക് വന്നത്, അവരെന്താണ് ഇവിടെ ചെയ്തത്? അതിനാ സോൾജിയർ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും. അത് കേട്ട് ക്യാപ്റ്റൻ ബ്ലൂ അവന് മാപ്പ് കൊടുത്ത് കുറച്ച് കയറുമായി പുറത്തേക്ക് വരും. നിങ്ങൾ എവിടെയും പോയി രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല, എന്റെ കയ്യിൽ തന്നെ നിങ്ങൾ വന്ന് പെടുമെന്ന് പറഞ്ഞ് അവൻ ആ ഹെലികോപ്റ്റർ എടുത്ത് അവരെ ഫോളോ ചെയ്ത് പോവാണ്. ബുൽമയാണെങ്കിൽ അവൾ കളക്ട് ചെയ്ത ആ പ്രീഷ്യസ് സ്റ്റോൺ അത് മൊട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. ഇത് നീ ക്യാപ്റ്റൻ റോഷിക്ക് കൊടുക്കണം, ആൾ ഓൾറെഡി നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്, അതിന് ഒരു ഗിഫ്റ്റ് എന്ന വണ്ണം ഇത് നീ കൊടുക്കണം. അത് കേൾക്കുമ്പോൾ മൊട്ടപ്പനും ഒത്തിരി സന്തോഷം. അവൻ ആ സ്റ്റോണിലേക്ക് തന്നെ ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ റോഷിയുടെ വീട്. ഓഞ്ചാണെങ്കിൽ എപ്പോഴത്തേതും പോലെ കിച്ചണിൽ കാര്യമായിട്ടുള്ള കുക്കിംഗ് ആണ്. അതേസമയം നമ്മുടെ മാസ്റ്റർ ആളാണെങ്കിൽ ചില അഡൽട്ട് സോങ്ങും കോൺവെർസേഷനും ഒക്കെ കേട്ടിട്ട് കോരി തരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആമച്ചാര് ദൂരത്തായിട്ട് ഫ്ലൈ ചെയ്ത് വരുന്ന ഗോക്കുവിനെയും തൊട്ടടുത്ത ഹെലികോപ്റ്ററിലുള്ള ബുൽമയെയും മൊട്ടപ്പനെയും ശ്രദ്ധിക്കുക. നമ്മുടെ ആൾക്കാർ അവിടേക്ക് വരുന്ന കാര്യം ആമയാണെങ്കിൽ മാസ്റ്ററിനോട് പറയും. പക്ഷെ ആളാണെങ്കിൽ അപ്പോഴും ആ ഒരു സോങ്ങിൽ മുഴുകിയിരിക്കുകയാണ്. ആമയാണെങ്കിൽ ഇപ്പൊ റോഷിയുടെ തലയ്ക്ക് ഒരു കിക്ക് കൊടുക്കും. നിങ്ങളത് കാണുന്നില്ലേ, അവർ തിരികെ വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ മുകളിലേക്ക് നോക്കും. നമ്മുടെ ആൾക്കാർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ നോ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഓക്കെ, കുഴപ്പമില്ല, അവർ സേഫ് ആയിട്ട് എത്തിയല്ലോ എന്ന് പറഞ്ഞ് ആള് ഹായായിട്ട് നിൽക്കും. അടുത്ത നിമിഷം നമ്മുടെ ബുൽമ അവൾ ആ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോണ് മാസ്റ്റർ റോഷിക്ക് കൊടുക്കും. റോഷി ആണെങ്കിൽ അതിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഓ നോ, ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, ശരിക്കും നീ എനിക്ക് ഗിഫ്റ്റ് തരുവാണോ? അതിനവൾ പറയും, അതെ, ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഏറ്റവും കുറഞ്ഞത് 1 മില്യൺ സെറിയെങ്കിലും വാല്യൂ ഉണ്ടാവും. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടുകയാണ്. ആമയാണെങ്കിൽ മാസ്റ്ററിനോട് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാസ്റ്റർ റോഷി കണ്ടതൊക്കെ വാങ്ങി അത് വിറ്റ് തൊലയ്ക്കും. സോ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കണ്ട. മാസ്റ്റർ ആണെങ്കിൽ ഇത് ഞാൻ ആർക്കും വിട്ടു തരില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ലോഞ്ച്. അവളുടെ മോൺസ്റ്റർ ലേഡിയായി മാറി അവിടേക്ക് കടന്നു വരിക. അവൾ ഗണ്ണ് കാട്ടി എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് ആ സ്റ്റോൺ അതെനിക്കിതാ, എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയെന്ന് പറയും. വേറെ വഴിയില്ലാതെ മാസ്റ്റർ ആണെങ്കിൽ സ്റ്റോണ് അവളെ ഏൽപ്പിക്കും. അവളാണെങ്കിൽ ഗോക്കുവിനും ബുൽമയ്ക്കും നേരെ ഷൂട്ട് ചെയ്യാണ്. അവർ രണ്ടുപേരും ജസ്റ്റ് മിസ്സിന് അവളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ആണെങ്കിൽ ആ സ്റ്റോണുമായിട്ട് ആ ഹെലികോപ്റ്ററിൽ കയറി അങ്ങനെ പറന്നുയരും. ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോകു നീ എന്തെങ്കിലും ചെയ്യ്, എനിക്ക് തിരികെ കിട്ടിയേ പറ്റൂ. അതിന് മൊട്ടപ്പനാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവളൊന്ന് തുമ്മിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവളൊരു പാവം പെൺകുട്ടിയാണ്, അവൾ തുമ്മിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ മോൺസ്റ്റർ ലേഡിയായി മാറും. വീണ്ടും ഒന്നുകൂടെ തുമ്മിയ വീണ്ടും അവൾ ബാക്ക് ടു നോർമൽ ആവും, ഒരല്പം ക്ഷമിച്ചാൽ മാത്രം മതി എന്ന് പറയും. കട്ട് ചെയ്ത ആ ബ്ലൂ നേവി ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഇപ്പൊ താഴേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് റോഷിയുടെ വീട് കാണുകയാണ്. ഞാനത് കണ്ടെത്തിയെന്ന് പറഞ്ഞ് ആള് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടും. ആൾ ഒരുപാട് ദൂരം അങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാണ്. അവൻ നൈസായിട്ട് നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കും. അവരെല്ലാവരും ലോഞ്ച് തിരികെ വരുന്നതും കാത്തു നിൽക്കുകയാണ്. ഇവിടെ ക്യാപ്റ്റൻ ബ്ലൂ അവൻ ടെററായിട്ട് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.